അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിനോർത്ത് ഈശോയ്ക്കും മമ്മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീമ കുര്യാക്കോസ്. ഞാൻ UK നിന്ന് വരുന്നു. ഞാൻ 17 വർഷമായിട്ട് UK യിലാണ്. ഞാനവിടെ ഒരു സ്പെഷ്യലിസ്റ്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ ഈ ഉടമ്പടി എടുത്തത് മെയ് 6 2025. അതിനു മുമ്പ് 2024 ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തിരുന്നു. അത് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ നിയോഗം വെച്ചത് എനിക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ ഉടമ്പടി 3 മാസം തികയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഈ സ്പെഷ്യലിസ്റ്റ് നേഴ്സായിട്ട് ജോലി കിട്ടി. പക്ഷേ അത് ടെമ്പററി ആയിരുന്നു. എന്നിരുന്നാലും ഞാൻ കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നപ്പോൾ ഇവിടെ വന്ന് അതിന് സാക്ഷ്യം പറയാൻ വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടുത്തെ ബ്രദർ പറഞ്ഞു, പെർമനൻ്റായിട്ട് കിട്ടിയിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൽ നിയോഗം വെച്ചത് എനിക്ക് പെർമനൻ്റായിട്ട് ഈ ജോലി വേണമെന്നായിരുന്നു. കാരണം ഈ ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഫിസിക്കലി മെൻ്റലി സ്ട്രെസ് വളരെ കുറവാണ്. എൻ്റെ പേഴ്സണൽ ലൈഫിന് വളരെ ആക്ച്വലി ആപ്റ്റായിരുന്നു. സോ എനിക്ക് ഈ ജോലി വളരെ ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ദ മാനേജ്മെൻറ്റ്, ദേ വർ സോ സപ്പോർട്ടീവ്. UK പോലൊരു കൺട്രിയിൽ അങ്ങനെ ഒരു മാനേജ്മെൻറ്റ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണെങ്കിൽ കിട്ടുള്ളൂ. എനിക്ക് തോന്നാറുണ്ട് എൻ്റെ മാനേജർ ആക്ച്വലി ദൈവത്തിൻ്റെ ഒരു മാതാവ് എനിക്കായി കരുതി വെച്ച ഒരാളെ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നു. ഉടമ്പടിയിൽ ഇത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴും എനിക്ക് അങ്ങനെ വലിയ ടെൻഷനൊന്നുമില്ല. കാരണം ഞാൻ ഈ ജോലി ചെയ്യുന്നതാണ്, എനിക്കിപ്പോൾ ഇനി പോസ്റ്റ് വരും, എനിക്കിത് കിട്ടും, അങ്ങനെ ഒരു തോന്നലായിരുന്നു. അവിടെ ചെന്നു. തിരിച്ച് ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് അവിടെ ചെന്നു. ഒരു മാസം കഴിഞ്ഞു. അപ്പോൾ ജോബ് വേക്കൻസി വരും, അപ്ലൈ ചെയ്യണം, പെർമനൻ്റായിട്ട് കിട്ടും എന്നാണ് മനസ്സിൽ. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഹോസ്പിറ്റൽ ട്രസ്റ്റിൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം എല്ലാ പോസ്റ്റും ഹോൾഡ് ചെയ്യുകയാണ്. ഇനി ഒരു പോസ്റ്റും അവർ പുറത്ത് വിടുന്നില്ല. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി യു വോണ്ട് ഹാവ് ദിസ് ജോബ്, സോ ഐ ഹാവ് ടു ഗോ ബാക്ക് ടു മൈ ഓൾഡ് ജോബ്. അതെനിക്ക് ഭയങ്കര ടെൻഷനായി, സങ്കടമായി. പക്ഷേ എന്നിരുന്നാലും ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. മാനേജർ പറഞ്ഞു, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ഷീമ, ഡോണ്ട് വറി. പിന്നെ ആ മാനേജറോട് ഞാൻ എപ്പോഴും പറയും, എൻ്റെ മാതാവുണ്ട് എനിക്ക് കൂടെ. അപ്പോൾ ഇംഗ്ലീഷുകാരനാണ്, പക്ഷെ ഞാൻ പറയും ഇങ്ങനെ എനിക്ക് കൃപാസനം എന്നൊരു ഇതുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ കോവൻറ്റിലാണ്. അപ്പോൾ എന്നെ രക്ഷപ്പെടുത്തും, എന്നെ മാതാവ് കൈവിടില്ല. കാരണം എനിക്ക് ഈ ജോബ് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എനിക്കിത് മാതാവ് തരും, എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ നമുക്ക് ഷീമ, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് എന്ന് വീണ്ടും പറഞ്ഞു. പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം പറഞ്ഞു, ഷീമ, ഐ ട്രൈഡ് മൈ ബെസ്റ്റ്, ബട്ട് ഐ എം സോറി, ദെയർസ് നോ ഹോപ്പ്. ഇവൻ മേറ്ററിനോട് ഞാൻ സംസാരിച്ചു. മേറ്ററിനും പറഞ്ഞു, ക്രൈസിസിലാണ് നമ്മൾ. സോ ഇത് എൻ്റെ തീരുമാനമല്ല, ഷീമ ട്രസ്റ്റിൻ്റെ ആണ്. സോ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി നമുക്കില്ല. ഇനി ഭാവിയിൽ എന്തെങ്കിലും ഒരാൾ അവിടെ നിന്ന് ലീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ പുതിയൊരു പോസ്റ്റ് വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വേറൊരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തു. ആ ജോബിന് അപ്ലൈ ചെയ്തു. ഒരു 95 ആപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നിന്ന് 15 നമ്പേഴ്സ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. എനിക്ക് ആ ജോബിന് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ആ ജോബ് എനിക്ക് കിട്ടി. ആ ജോബ് കിട്ടിയെന്ന് വിളിച്ച് പറഞ്ഞു. വൈകിട്ടായിപ്പോൾ എൻ്റെ അടുത്ത് അവർ തിരിച്ച് വിളിച്ച് പറഞ്ഞു, ഷീമ, എഗെയിൻ വെരി സോറി, ഈ ക്രൈസിസ് കാരണം കൊണ്ട് കുറേ വാർഡുകൾ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ആ വാർഡിലുള്ള സ്റ്റാഫിനെ റീഎംപ്ലോയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഈ പോസ്റ്റ് കൊടുക്കണം. സോ നിനക്ക് തരാൻ പറ്റില്ല. അങ്ങനെ തടസ്സങ്ങളാണ്. അപ്പം എനിക്ക് സമാധാനമില്ല, വിഷമമാണ്. പക്ഷെ എന്തായാലും ഞാൻ പറഞ്ഞില്ല, മാതാവ് രക്ഷിക്കും. അപ്പം എന്നോട് എൻ്റെ കൂടെയുള്ള എല്ലാവരും പറഞ്ഞു, നീ ഒരുപാട് പ്രാർത്ഥിക്കണ കാരണം കൊണ്ടാണ് നിനക്കിങ്ങനെ വരുന്നത്, നീ ഇത്രയൊന്നും പണ്ട് പ്രാർത്ഥിക്കില്ലായിരുന്നു, അപ്പോൾ നിനക്ക് തടസ്സങ്ങളുണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ജോബിനെ ഈശോ പരീക്ഷിച്ചില്ലേ, അത് ജോബ് തള്ളി പറഞ്ഞില്ല, അതുപോലെ എന്നെ ഒരിക്കലും തള്ളി പറയില്ല. എന്നെങ്കിലും ഒരു സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വാസം കൈവിട്ടില്ല. അപ്പം അങ്ങനെ ആ ജോബും കിട്ടിയില്ല. അതും വേറൊരു സ്പെഷ്യലിസ്റ്റ് നേഴ്സിൻ്റെ ജോബായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് എൻ്റെ പഴയ ഓൾഡ് ജോബിലോട്ട് പോയി. 2 മാസം ചെയ്തോളൂ. ഒരു ദിവസം ഫ്രം നോവെയർ ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ മേറ്ററിന് എന്നെ വിളിച്ചു പറഞ്ഞു, ഷീമ, വി ആർ ക്രിയേറ്റിംഗ് എ ന്യൂ പോസ്റ്റ്, സോ ആർ യു ഇൻട്രസ്റ്റഡ്? ഓഫ് കോഴ്സ് ഞാൻ ഇതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തേ. സോ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഞങ്ങളാരുമല്ല, വേറൊരു മാനേജറാണ്. എന്നെ അറിയില്ല മാനേജറിന്. സോ യു ഹാവ് ടു പ്രിപ്പയർ വെൽ, ബിക്കോസ് ദ ഇൻ്റർവ്യൂ ഹാസ് ടു ബി ഫെയർ ആൻഡ് സ്ക്വയർ. എല്ലാവർക്കും ഒരേപോലെ നമുക്ക് സൗകര്യങ്ങൾ കൊടുക്കണം. സോ
നീ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്കതിന് പേടിയില്ല. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എൻ്റെ കൂടെ അടുത്തുള്ള കാലം എനിക്ക് പേടിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ക്ലോസ് ഫ്രണ്ട് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. സോ ഞാൻ ഭയങ്കര ഗ്രീവിങ്സിലായിരുന്നു. ആ സമയത്താണ് അവൻ്റെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ ദിവസമാണ് എനിക്ക് ഇൻ്റർവ്യൂ. അപ്പോൾ എല്ലാവർക്കും ടെൻഷനായി, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ. കാരണം എങ്ങനെ പ്രിപ്പയർ ചെയ്യും ഇൻ്റർവ്യൂ? കാരണം ഹി വാസ് സോ ക്ലോസ് ടു മീ. എൻ്റെ കൂടെ 8 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തതാണ്. അപ്പോൾ 8:30 എനിക്ക് ഇൻ്റർവ്യൂ, 9 മണിക്ക് എനിക്ക് ഫ്യൂണറൽ സർവീസ്. സോ 8:30 ഞാൻ ഇൻ്റർവ്യൂവിന് കയറാൻ പോയി. ഞാൻ ഉപ്പ് കൊണ്ടുപോയി മാതാവിൻ്റെ തൈലം തൊട്ട് പ്രാർത്ഥിച്ച് പോയി. കൊന്ത എപ്പോഴും എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കൊന്തയുണ്ട്, അതില്ലാതെ ഒരിക്കലും ഞാൻ ഒരിടത്തും പോവില്ല. അവിടെ ചെന്നു കയറി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ടേബിളിലും കയറിനോടത്തൊക്കെ ഉപ്പിട്ടു. അവരാദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ ഈ മാനേജറെ എനിക്ക് അത്ര അറിയത്തില്ല, പുതിയ മാനേജറെ. എന്നോട് പറഞ്ഞു ടെൻഷൻ ആവണ്ട ഷീമ, യു നോ ദ ജോബ് എനിവേ, പക്ഷേ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. ക്വസ്റ്റ്യൻ ചോദിച്ചു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു. എനിക്ക് ആൻസർ വരുന്നില്ല, എൻ്റെ മനസ്സിലുണ്ട്, പുറത്തോട്ട് വരുന്നില്ല, സൗണ്ട് വരുന്നില്ല. ഞാനിങ്ങനെ 1 മിനിറ്റ് ഞാൻ പറഞ്ഞു സോറി 1 മിനിറ്റ്, എനിക്ക് അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല, പക്ഷെ ഞാൻ പറഞ്ഞു സോറി 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യോ, ഒന്ന് വെയിറ്റ് ചെയ്യോ, ഇറ്റ്സ് ഓക്കെ, ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാതാവേ കൈവിടല്ലേ, ഈ ഒറ്റ വാക്ക ഞാൻ പറയുള്ളൂ എന്ത് വന്നാലും. പിന്നെ എനിക്കറിയില്ല എനിക്ക് എന്താ സംഭവിച്ചതെന്ന്. ഞാൻ അവർ 45 മിനിറ്റ് 45 മിനിറ്റ്സ് ഇൻ്റർവ്യൂ ഫിനിഷ് ആയത് ഞാൻ അറിഞ്ഞില്ല. ഐ ഡിഡ് സോ ഫാൻറ്റാസ്റ്റിക്കലി. ആൻഡ് അത് കഴിഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയി. എനിക്ക് ടെൻഷനും തോന്നിയില്ല, കാരണം പക്ഷേ വേറെയും ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഫ്യൂണറലിന് പോയി. ഫ്യൂണറലിൽ ഇരുന്ന സമയത്ത് എന്നെ അവർ വിളിച്ച് പറഞ്ഞു യു സെക്യൂർഡ് ദ ജോബ് ഷീമ, യു ഡിഡ് വെരി വെൽ. ഭയങ്കര സന്തോഷമായി, എനിക്ക് ആ ജോബ് കിട്ടി. മാതാവ് ഒറ്റ ആളാണ്. മാതാവ് പണ്ടും എന്നും എൻ്റെ കൂടെ മാതാവിന്. ഞാൻ മാതാവിന് ഭയങ്കര വിശ്വാസിയാണ്. ഞാനൊരു യാക്കോബായ സമാജത്തിലുള്ള, അപ്പം ഞങ്ങൾക്ക് കൊന്തയില്ല, അതൊന്നും അങ്ങനെ ഡെയിലി ഹോളി മാസില്ല. പക്ഷേ ഞാൻ വളർന്നത് സ്കൂളിൽ പഠിച്ചത്, നേഴ്സിംഗ് പഠിച്ചതെല്ലാം സിസ്റ്റേഴ്സിൻ്റെ കൂടെയാണ്. അപ്പോൾ എനിക്ക് കൊന്ത അറിയാം, ആരാധന അറിയാം, എല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡെയിലി കൊന്ത ചൊല്ലും. അപ്പം അങ്ങനെ എനിക്ക് മാതാവിനോട് ഭയങ്കര ഒരു ബന്ധമാണ്. ഞാൻ എന്ത് ചോദിച്ചാലും മാതാവ് കൈവിടില്ല എന്നെനിക്കറിയാം. പക്ഷെ തടസ്സങ്ങൾ വരും. അപ്പോൾ ഞാൻ പറയും എനിക്ക് കൂടെയുണ്ട്. ഇന്നും ഇന്നലത്തെയും ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞു നിങ്ങളുടെ കുരിശ് നിങ്ങൾ വഹിച്ചേ പറ്റുള്ളൂ. വി ഹാവ് ടു ബി എ പാർട്ട് ഓഫ് ദി പാഷൻ ഓഫ് ക്രൈസ്റ്റ്, ദെൻ ഓൺലി വി ക്യാൻ ഗോ ഹെഡ്. സോ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നമുക്ക് തരുന്ന ദുരിതങ്ങൾ നമ്മൾ പരാതിപ്പെടാതെ അനുഭവിച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മളെ രക്ഷിക്കും. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി, ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഫാദർ, എൻ്റെ അപ്പച്ചന് സുഖമില്ല, വയ്യ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് നാട്ടിലോട്ട് വരേണ്ടി വന്നു. ഇപ്പം ഞാൻ നാട്ടിൽ വന്നു, കഴിഞ്ഞ് ലാസ്റ്റ് ഫ്രൈഡേ വന്നു അന്ന് തന്നെ എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റി. ഞാനിരുന്ന സൈഡ് കൊണ്ടുപോയി 2 പ്രാവശ്യം ഇലക്ട്രിക് പോസ്റ്റയിൽ ഇടിച്ചു. 1-2 പ്രാവശ്യം. എന്നിട്ട് കറങ്ങി 3ാമത് ഇടിച്ചു. എൻ്റെ സൈഡ് മാത്രം. എൻ്റെ സൈഡ് കാറ് കംപ്ലീറ്റ് പൊളിഞ്ഞു. കാറ് ഡോർ അകത്തോട്ട് പോയി. എന്നെ കാറ് ചവിട്ടി പൊളിച്ചാണ് ആളുകൾ പുറത്തെടുത്തപ്പോൾ എല്ലാവരും കാറിൻ്റെ അവസ്ഥ കൊണ്ട് എല്ലാവരും പറഞ്ഞു ആ കൊച്ചു മരിച്ചു, അല്ലെങ്കിൽ കൊച്ചിന് എന്തോ സീരിയസ് ആയിട്ട് പറ്റിയിട്ടുണ്ട്. എന്നെ അപ്പം തന്നെ വണ്ടി വിളിച്ച് ഒരു ചേട്ടൻ ആ വണ്ടിയെ ഒരു വാനിൽ കയറ്റി അപ്പം തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ഈ സൈഡ് പൊങ്ങുന്നില്ല, കഴുത്തിൻ്റെ ഈ സൈഡ് വയ്യ, കൈ പൊങ്ങുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ നെർവിനെന്തോ പറ്റിയിട്ടുണ്ട്, അറിയില്ല. അതൊക്കെ ആ ചേട്ടൻ പിന്നെ ഞാൻ കയറിയപ്പോൾ മുതൽ എൻ്റെ ഈ കാശ് രൂപം ഞാൻ ഉടമ്പെഴുത്ത മുതൽ എൻ്റെ താലിയിലുണ്ട്. അപ്പോൾ ഈ രൂപവും ആ വണ്ടിയിലൊരു കൊന്തയുണ്ടായിരുന്നു എന്ന് ആ ചേട്ടൻ പറയണം. ഞാൻ അതും പിടിച്ച് മാതാവെ കൈവിടല്ലേ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചോളൂ. ഒരു പരാതി ഞാൻ പറഞ്ഞില്ല, എന്താ എനിക്കിങ്ങനെ പറ്റിയെന്ന് ഞാൻ ചോദിച്ചില്ല. മാതാവെ കൈവിടല്ലേ എന്ന് പറഞ്ഞു. വേദനയായിരുന്നു. അവിടെ ചെന്നു ഹോസ്പിറ്റലിൽ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. അവർ കുറേ ഇഞ്ചക്ഷനൊക്കെ തന്നു, CT ഒക്കെ ചെയ്തു. CT ഹോൾ ബോഡി ചെയ്തു, തല ചെയ്തു. എനിക്കൊരു കുഴപ്പമില്ല, ആരും വിശ്വസിക്കുന്നില്ല. എനിക്ക് പറ്റി. നിങ്ങൾക്ക് കാണുമെന്നറിയില്ല, സീറ്റ് ബെൽറ്റ് കുരുങ്ങി, ഇവിടെ കുറേ മുറിഞ്ഞു, പിന്നെ ഇവിടെയൊക്കെ കുറേ ബ്രൂസസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് അത്ഭുതങ്ങൾ മാതാവ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും ഇതെന്ന് പറഞ്ഞാൽ മാതാവിനെ ഇറങ്ങി വന്ന് എന്നെ രക്ഷിച്ചതാണ്. പറഞ്ഞാൽ അതെനിക്ക് പറയാനറിയില്ല എങ്ങനെയാണെന്ന്. എല്ലാവരും പറഞ്ഞു ഈ കൊച്ച് ഇതുപോലെ ഇങ്ങനെ ഇരിക്കണമെങ്കിൽ എന്നെ കാണാൻ ഒരുപാട് പേര് വന്നു. പറഞ്ഞു ഈ കൊച്ചാണോ, ആ വണ്ടി കിടക്കണം കണ്ടു കഴിഞ്ഞാൽ ഈ കൊച്ച് ജീവനോടെ ഉണ്ടെന്ന് എനിക്ക് വിചാരിക്കില്ല. ഞാൻ പറഞ്ഞു മാതാവ് രക്ഷിച്ചത് ആ മാതാവിൻ്റെ അനുഗ്രഹവും പ്രസൻസും
പ്രൊട്ടക്ഷനും അറിയാൻ വേണ്ടിയിട്ട് എനിക്കൊരടയാളം നേരിട്ട് ലോകത്തോട് വിളിച്ചു പറയാൻ. ഇപ്പം ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാൻ തന്നെ വന്നതാണ്. പക്ഷേ അപ്പം എനിക്ക് പറയാനായിട്ട് എൻ്റെ ജോലി മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ. ഇത് കൂടാതെ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്, പക്ഷേ എല്ലാം ഇവിടെ പറയാൻ സമയമില്ല. അപ്പം ഇതിലും വലിയൊരു അനുഗ്രഹം എനിക്ക് ലോകത്ത് കിട്ടാനില്ല. അപ്പോൾ എന്നെ ആക്സിഡൻറ്റിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ചേട്ടൻ തിരിച്ചിട്ട് രാത്രി എന്നെ കാണാൻ വന്നപ്പോൾ പറയുവാണ്, ആ ചേട്ടൻ വിചാരിച്ചു എനിക്കെന്തോ ഞാൻ തളർന്നു പോയി സൈഡിൽ നിന്ന് വിചാരിച്ചു. പക്ഷേ ഈ കൊച്ചു വണ്ടി കയറിയപ്പോൾ മുതൽ ഈ കൊന്തയും പിടിക്കും, ഈ കാശുരൂപവും പിടിക്കും, എന്നിട്ട് മാതാവേ കൈവിടലേ എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായി ഈ കൊച്ചിന് ഒന്നും മാതാവ് വരുത്തില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കച്ചനും 1000 നന്ദി. എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ പേപ്പർ മേടിച്ചുകൊണ്ട് പോയായിരുന്നു. അവിടെ ഞാനത് എല്ലാവർക്കും കൊടുത്തു. മലയാളം മേടിച്ചുകൊണ്ട് പോയത് അപ്പോൾ ഇംഗ്ലീഷുകാർക്ക് അറിയത്തില്ല. അപ്പോൾ ഇംഗ്ലീഷുകാർക്ക് ഞാൻ ഇംഗ്ലീഷ് ടെസ്റ്റിമണിയൊക്കെ ഷെയർ ചെയ്ത് കാണിക്കാറുണ്ട്. ഇപ്പം ഞാൻ ഇംഗ്ലീഷ് പത്രവും മേടിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും കേൾക്കും, അത് ഷെയർ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും സ്റ്റാറ്റസായിട്ട് ഇടുന്നുണ്ട്. അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കേൾക്കുന്നുണ്ട്, ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം ഷെയർ ചെയ്യും. എന്നെ അറിയാവുന്നവർക്കും എല്ലാവരും എന്നോട് പറയും, കൃപാസന മാതാവിൻ്റെ അവൾ എന്ത് ചോദിച്ചാലും മാതാവ് നടത്തിത്തരും. എല്ലാവരും എൻ്റെ അവിടെ ആ ഹോസ്പിറ്റലിൽ ഇംഗ്ലീഷുകാർ ഉൾപ്പെടെ എന്നോട് ചോദിക്കുക, എങ്ങനെ ജോബിൻ്റെ കാര്യം, എങ്ങനെ ഇങ്ങനെ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു ഈ നമ്മുടെ ട്രസ്റ്റിൽ, നിനക്ക് വേണ്ടി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റി? കാരണം ഇവിടെ കംപ്ലീറ്റ് വേറെ ഒരു ജോബ് ആർക്കും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ എനിക്കുള്ളത് എൻ്റെ മാതാവാണ്. കഷ്ടപ്പെടും, പക്ഷെ എനിക്ക് നമുക്ക് തരും. കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നത്, ഞാൻ അവിടെ ചാരിറ്റി സർവീസ് ചെയ്യുന്നുണ്ട്, ഫുഡ് ബാങ്കിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാൻ എല്ലാ മാസവും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലും ഇവിടെ വീട്ടിലും പൈസ കൊടുത്ത് അമ്മച്ചിമാരിലും പൈസ കൊടുത്ത് അവർ പാവങ്ങൾക്ക് ഇങ്ങനെ പൊതിച്ചോറോ അല്ലെങ്കിൽ ഇപ്പോൾ ഡയാലിസിസിന് ആവശ്യം അങ്ങനെ ഫിനാൻഷ്യലി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്നെക്കൊണ്ടാവുന്ന എല്ലാ ഇതും ചെയ്യുന്നുണ്ട്. ആത്മീയ വളർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പണ്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കും, പണ്ടും എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. പക്ഷേ പണ്ട് പ്രാർത്ഥന ഒരു ചടങ്ങ്, ദൈവ കുടുംബ പ്രാർത്ഥന അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രാർത്ഥിക്കാതെ പറ്റില്ല, എപ്പോഴും കൂടെ വേണം. ഇപ്പോൾ സമയം കിട്ടുമ്പോൾ ഇപ്പോൾ ബസ്സിൽ വരുമ്പോഴും എപ്പോഴും ഞാൻ കൊന്തയൊല്ലും പ്രാർത്ഥിക്കും. പിന്നെ ക്ഷമിക്കാൻ പഠിച്ചു. ഇവൻ എൻ്റെ തെറ്റല്ല എങ്കിലും ഈശോ പറഞ്ഞേക്കണ ക്ഷമിക്കാനാണ്. നമ്മൾ ക്ഷമിച്ചാൽ നമ്മളോട് ക്ഷമിക്കും. പിന്നെ ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ പേരൻസിന് ഇവിടെ ആരുമില്ല. അപ്പം അവിടെ ഞാൻ നോക്കുന്ന രോഗികളിൽ ഞാൻ കാണുന്നവർ, ഞാൻ എൻ്റെ പേരൻസിനെ കണ്ട് ഞാൻ അവർക്ക് ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും നാട്ടിൽ ആരെങ്കിലുമൊക്കെ സഹായത്തിന് വരും. ആ സമയത്ത് വേറെ ആരുമില്ല. അതിൽ ഉറച്ച് വിശ്വസിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്ന്, ഇത്ര അനുഗ്രഹങ്ങളിൽ നിന്ന് ഈശോയ്ക്ക് മാതാവിനും 1000 നന്ദി. എന്നും മാതാവിൻ്റെ കൂടെ മാതാവിൻ്റെ മോളായിട്ട് ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഈശോയോട് കൂടെ ഈശോയെ സ്നേഹിച്ച്. താങ്ക് യു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഈ അൾത്താരയിൽ മകൾ പങ്കുവച്ചത് വലിയ 2 കാര്യങ്ങൾക്ക്, ഈശോ നൽകിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ്, നന്ദി പറയാനാണ് ഈ മകൾ ഇവിടെ എത്തിയത്. ഈ മകൾക്ക് നേഴ്സ് സ്പെഷ്യലിസ്റ്റ് എന്ന ഒരു പ്രൊമോഷന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വളരെ പെട്ടെന്ന് വളരെ കോൺഫിഡൻസോടുകൂടി മുന്നേറുമ്പോൾ എനിക്കിനി നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ട, എനിക്ക് വളരെ റിലാക്സ്ഡായി വളരെ കംഫർട്ടബിളായി അവിടെ ജോലി ചെയ്യാം എന്നുള്ള വലിയ ആശ്വാസത്തിലിരിക്കുമ്പോഴാണ് ഓൾ ഓഫ് എ സഡൻ ഈ മകളോട് പറയുന്നത്, നിനക്കിവിടെ വേക്കൻസി ഇല്ല, നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം സാധ്യമല്ല, നിനക്ക് തിരിച്ചു പോകാം. വളരെ തകർന്ന മനസ്സോടുകൂടി ഈ മകൾ പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മ ഉടൻ പരിഹാരം എന്നോണം ഈ മകളുടെ ആ ഉടമ്പടി പ്രാർത്ഥന ഏറ്റെടുക്കുകയും ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തതിൻ്റെ ഒരു വലിയ നന്ദി പ്രകാശനമാണ് ഈ മകളുടെ സാക്ഷ്യം. നമുക്കറിയാം, എനിക്ക് വേണ്ടി ദൈവം സമുദ്രത്തിൽ ഒരു വഴി തീർക്കുന്നവനാണ്. എൻ്റെ സങ്കടക്കടലിൻ്റെ മുകളിലൂടെ ഈശോ കടന്നു വന്നവനാണ്. എൻ്റെ കാറ്റിനെയും കോളിനെയും ശാന്തമാക്കിയവനാണ്. എങ്കിലും ചിലപ്പോഴെല്ലാം ഞാൻ സംശയിക്കുന്നുണ്ട്. അവിടെയെല്ലാം ഈശോ പറയുന്നുണ്ട്, നാം എത്ര തന്നെ അത് ഭൂതമാണ് എന്ന് ഈശോയെക്കുറിച്ച് പറഞ്ഞാലും അത് കർത്താവാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവ്, ഒരു വലിയ വിജ്ഞാനം നമുക്ക് വചനത്തിലൂടെ ലഭിക്കുമെന്നാണ്. വചനത്തിൽ അധിഷ്ഠിതമായ ഒരു കടപ്പാട് മാത്രം, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യനായി ജനിച്ചതുകൊണ്ടുള്ള എൻ്റെ ചില
കടമകൾ മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥനാ ജീവിതം. പക്ഷെ അതിൽ നിന്നെല്ലാം മുന്നേറി എൻ്റെ ഈശോയുമായുള്ള ഒരു സംഭാഷണത്തിലേക്ക്, ഈശോയുമായുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വലിയ അധികാരം കൂടി, അഭിഷേകം കൂടി ഇന്ന് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ മകൾക്ക് ലഭിച്ചിരിക്കുകയാണ്. അതുപോലെ മകൾ പറയുന്നു, എനിക്കുണ്ടായ വലിയ, ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായി എത്തിയപ്പോൾ ഉണ്ടായ വലിയൊരു ആക്സിഡൻറ്റിനെ കുറിച്ച്. ഈ മകൾ മരിച്ചുപോയി എന്ന് എല്ലാവരും വിചാരിച്ച ഒരവസ്ഥയിൽ നിന്ന് ചെറിയ ചെറിയ മുറിവുകളിലൂടെ ഇന്ന് വലിയ പ്രത്യക്ഷീകരണ സാക്ഷ്യവുമായി ഈ മകൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അതിനു കാരണം ഈ മകളുടെ ആയുധങ്ങളാണ്, ആത്മീയ ആയുധങ്ങൾ. എപ്പോഴും ഇവിടെ നിന്ന് ലഭിക്കുന്ന നേർച്ച വസ്തുക്കൾ ഈ മകളുടെ കയ്യിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ഭയപ്പെടേണ്ട. പരീക്ഷകളുടെ സമയത്തും അതുപോലെ തന്നെ യാത്രാ സമയങ്ങളിലും എല്ലാം എപ്പോഴാണോ തൻ്റെ അപകടസ്ഥിതി, താൻ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടെ നടക്കുന്നെങ്കിലും ഞാൻ ഭയപ്പെടുകയില്ല, കാരണം എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്. അമ്മയെ കൈവിടല്ലേ എന്നാണ് ഈ മകൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അവിടെ അമ്മ നമ്മുടെ രക്ഷയ്ക്കായി എത്തുകയാണ്. അമ്മ കൈമാറുന്ന ഓരോ ഡോക്യുമെൻറ്റും, അമ്മയെക്കുറിച്ചുള്ള ഓരോ റിപ്പോർട്ടും ഈശോ ഏറ്റെടുക്കുകയാണ്. ഈ മകൾക്ക് വലിയ സൗഖ്യവും സമാധാനവും നൽകി മകളെ ആശ്വസിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ചിലപ്പോഴെല്ലാം തോന്നും, എൻ്റെ ഡെയിലി ബ്രെഡ് എനിക്ക് എവിടെ നിന്ന് കിട്ടും? ആകാശത്തുനിന്ന് മന്ന പൊഴിച്ച ദൈവം എനിക്കത് നൽകും. അഹറോൻ്റെ വടി തളിർപ്പിച്ച ദൈവം എൻ്റെ ജീവിതത്തിൽ വീണ്ടും ഐശ്വര്യങ്ങൾ എനിക്ക് വീണ്ടും വേര് പിടിക്കുകയും പച്ചിലകളും എൻ്റെ കായ്കളും പൂക്കളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്ന പ്രതീക്ഷ നൽകുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയാണ് ഉടമ്പടി ജീവിതം. ഒന്ന് മാത്രമേ ചെയ്യാനുള്ളൂ, ഈശോയോട് ചേർന്ന് നിൽക്കുക. പരിശുദ്ധ അമ്മ നമുക്കുള്ള ഗ്രീൻ സിഗ്നൽ ഉണ്ടായിരിക്കും, സാമീപ്യം നൽകും. നമ്മുടെ എല്ലാവരുടെയും സങ്കടത്തിൻ്റെ നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു താങ്ക്സ് ഗിവിൻ്റെ കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.